ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു മൈ ചാനൽ ലേൺ വിത്ത് രേവതി. നമുക്കിന്ന് കേട്ടിട്ട് 1 മലയാളം ബേസ് ചെയ്തിട്ട് 3 വർഷ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഘടക പദങ്ങൾക്ക് തുല്യ പ്രാധാന്യം വരുന്ന സമാസം ഏതാണ് എന്നുള്ളതാണ്. ആൻസർ എന്ന് പറയുന്നത് ദ്വന്ദ്വ സമാസമാണ്. ഘടക പദങ്ങൾ 2 പദങ്ങൾക്കും കൂടി എന്താണ് തുല്യമായ പ്രാധാന്യം ലഭിക്കുന്നു. രാമനും ലക്ഷ്മണനും എന്ന് പറയുമ്പോൾ രാമൻ എന്ന പദത്തിനും ലക്ഷ്മണൻ എന്ന പദത്തിനും തുല്യ പ്രാധാന്യമാണ് ലഭിക്കുന്നത്. അപ്പോൾ ഘടക പദങ്ങൾക്ക് 2 പദങ്ങൾക്ക് തുല്യ പ്രാധാന്യം വരുന്ന സമാസം ദ്വന്ദ്വ സമാസമാണ്. തത്പുരുഷ സമാസം എന്ന് പറയുന്നത് ഉത്തമ പദത്തിന് അവസാന പദത്തിന് പ്രാധാന്യം കൊടുക്കുന്നതാണ് തത്പുരുഷ സമാസം. അവ്യയീഭാവ സമാസം എന്ന് പറയുന്നത് പൂർവ്വ പദത്തിനായിരിക്കും ഇവിടെ പ്രാധാന്യം. ദ്വിഗു സമാസം എന്ന് പറയുന്നത് എണ്ണത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള സമാസമാണ്. ഇപ്പൊ ത്രിലോകം എന്നൊക്കെ പറയുമ്പോൾ 3 ലോകങ്ങൾ. അപ്പൊ ദ്വിഗു സമാസം എന്ന് പറയുന്നത് എണ്ണത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിദ്യാലയത്തിലെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടി പാഠ്യപദ്ധതി വിനിമയത്തിൽ സ്വീകരിക്കേണ്ട തന്ത്രം അനുരൂപീകരണം നടത്തുക എന്നതാണ് അല്ലെ. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അനുരൂപീകരണം നടത്തുക, പാഠാസൂത്രണത്തിൽ അനുരൂപീകരണം ചെയ്യുക എന്നതാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾക്ക് സാധാരണ രീതിയിൽ മറ്റുള്ള കുട്ടികളെ പോലെ തന്നെ ഒരു സ്കൂളിൽ പഠിക്കാൻ സാധിക്കണം. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ അല്ലെ, ഇന്നത്തെ വിദ്യാഭ്യാസത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. അത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, എല്ലാവരെയും പോലെ ഒരു സ്കൂളിൽ മറ്റുള്ള കുട്ടികളുടെ കൂടെ തന്നെ ഒപ്പം പഠിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ പാഠ്യപദ്ധതിയിൽ പഠന പ്രവർത്തനങ്ങളിലൊക്കെ കുട്ടിയുടെ കഴിവിനനുസരിച്ചുള്ള പ്രവർത്തനവും കാര്യങ്ങളൊക്കെ കുട്ടിക്ക് അധ്യാപകൻ നൽകുക. അതാണ് അനുരൂപീകരണം. കരിക്കുലം അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ അക്കോമഡേഷൻ ആണ് അല്ലെ. പഠന സാമഗ്രികൾ, അതിനാവശ്യമായിട്ടുള്ളത്, ലളിതമായ ഭാഷ, അവർക്കും കൂടി ചെയ്യാൻ പറ്റുന്ന, അവരെയും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രവർത്തന രീതികൾ, ആക്ടിവിറ്റീസ്. അപ്പോൾ ഇവിടെ അനുരൂപീകരണമാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചിന്തയുടെ സംഘാടനത്തിനുള്ള ഉപകരണമാണ് ഭാഷ എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണെന്നാണ്. ഉത്തരം വൈഗോട്സ്കി ആണ്. ഓക്കെ, വൈഗോട്സ്കി ആണ്. അദ്ദേഹം പറയുന്നത് എന്താ, ഭാഷ വെറും ആശയവിനിമയത്തിനുള്ള ഒരു ഉപകരണം മാത്രമല്ല, അത് ചിന്തയെ കൂടി രൂപപ്പെടുത്തുന്നു, ക്രമീകരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ചിന്തയുടെ സംഘാടനത്തിനുള്ള ഉപകരണമാണ് ഭാഷ എന്ന് അഭിപ്രായപ്പെട്ടത് വൈഗോട്സ്കി ആണ്. ഓക്കെ, ആൻസർ വൈഗോട്സ്കി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അക്ഷരങ്ങൾ കണ്ണാടിയിൽ എന്ന പോലെ തിരിഞ്ഞു പോവുക എന്നത് ഏത് തരം വൈകല്യമാണ്? ലേഖന വൈകല്യമാണ് അല്ലെ. ലേഖന വൈകല്യമാണ്, ഡിസ്ഗ്രാഫിയയാണ്. മിറർ റൈറ്റിംഗ് എന്ന് പറയും. അക്ഷരങ്ങൾ കണ്ണാടിയിൽ എഴുതിയതുപോലെ തിരിഞ്ഞു പോവുക, മിറർ റൈറ്റിംഗ്. അതുപോലെ രൂപം തെറ്റുക, അക്ഷരങ്ങൾ തെറ്റിപ്പോവുക, അക്ഷരങ്ങൾ വിട്ടുപോവുക, എഴുതാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക, ഇതൊക്കെ എന്താണ്? ലേഖന വൈകല്യം, ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്ന ലേഖന വൈകല്യം. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കവിതാബോധനത്തിന്റെ ഉദ്ദേശങ്ങളിൽ അധികം പ്രസക്തമല്ലാത്തത് ഏതാണെന്നുള്ളതാണ്. ഓപ്ഷൻ എ വൈജ്ഞാനിക വികാസം സംഭവിക്കുക, ബി വികാര സമീകരണ സന്ദർഭങ്ങൾ ഒരുക്കുക, സൗന്ദര്യാസ്വാദന ശേഷി വർദ്ധിപ്പിക്കുക, സർഗാത്മക കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുക. ഇപ്പൊ വികാരങ്ങള് അവതരിപ്പിക്കുക, സൗന്ദര്യാസ്വാദനശേഷി, സർഗാത്മകത, ഇതൊക്കെ തന്നെ കവിതാബോധനത്തിന്റെ ഉദ്ദേശങ്ങളിൽ പെടുന്നവയാണ്. വൈജ്ഞാനിക വികാസം സംഭവിക്കുക എന്നുള്ളത് ഈ ഉദ്ദേശങ്ങളിലൊന്നും പെടാത്തതാ, കവിതാബോധനവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്തത്. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, വൈജ്ഞാനിക വികാസം സംഭവിക്കുക. ഇനി 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കേരള സാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് കുട്ടികൾക്കായി പ്രസിദ്ധീകരിക്കുന്ന മാസിക ഏതാണെന്നുള്ളത്. ഇത് പല പ്രാവശ്യമായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വന്നേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഏതാണ്? ആൻസർ തളിരാണ്. കേരള സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചിൽഡ്രൻ ലിറ്ററേച്ചർ കുട്ടികളുടെ വായനാശീലം, സർഗാത്മകത, ഭാഷാ വികാസം എന്നിവയൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് തളിര് എന്ന മാസിക പ്രസിദ്ധീകരിച്ചത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അച്ഛനും മകളും എന്ന കൃതിയിൽ പ്രകീർത്തിക്കപ്പെടുന്ന അച്ഛൻ ആരാണ് എന്നുള്ളതാണ്. ഓക്കെ, അച്ഛനും മകളും. ഓക്കെ, ഇത് വള്ളത്തോളിൻ്റെതാണല്ലേ. വള്ളത്തോൾ നാരായണ മേനോന്റേതാണ് ഈ ഒരു ഖണ്ഡകാവ്യം എന്ന് പറയുന്നത്. ഇവിടെ അച്ഛനും മകളും എന്ന ഖണ്ഡകാവ്യം, വള്ളത്തോൾ നാരായണ മേനോന്റെ ഖണ്ഡകാവ്യത്തിൽ പ്രകീർത്തിക്കപ്പെടുന്ന അച്ഛൻ എന്ന് പറയുന്നത് വിശ്വാമിത്രനാണ്. ഓക്കെ, വിശ്വാമിത്രനാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ജനകൻ എന്ന് പറയുന്ന സീതയുടെ പിതാവ്, കണ്ണു മഹർഷി ശകുന്തളയുടെ വളർത്തച്ഛനാണ്. ജവഹർലാൽ നെഹ്റു ആണെങ്കിൽ ഖണ്ഡകാവ്യവുമായി ഒരു ബന്ധവും ഇല്ലാത്തൊരു വ്യക്തിയാണ്. അപ്പൊ ആൻസർ ഓപ്ഷൻ സി വിശ്വാമിത്രനാണ്.
കതിരിന് വളം വെക്കുക എന്ന ശൈലി ശരിയായ അർത്ഥത്തിൽ പ്രയോഗിച്ച വാക്യം. മക്കളെ ശരിയായി പഠിപ്പിക്കുക എന്നത് കതിരിന് വളം വെക്കലാണ്. ഉത്തരം തെറ്റാണ്. പരീക്ഷ ആരംഭിച്ച ശേഷമുള്ള വിമലിന്റെ പഠനം കതിരിന് വളം വച്ചതുപോലെയായി. അല്ലെ, പരീക്ഷയൊക്കെ തുടങ്ങാറായി, അവസാന നിമിഷം കൊണ്ടാണ് അവൻ എല്ലാം എഴുതാനും പഠിക്കാനും ഉദ്ദേശിച്ചേക്കുന്നത്. അത് കതിരിന് വളം വെച്ചതുപോലെയായി. അതാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോ ഓപ്ഷൻ ബി ആണ്. നല്ല വിളവ് ലഭിക്കാൻ കതിരിന് വളം വെക്കണം. ഇതൊക്കെ തെറ്റാണ്. അനവസരത്തിലുണ്ടാകുന്ന നന്മ, ഇതൊക്കെ തെറ്റാണ്. ഇവിടെ കതിരിന് വളം വെക്കുക എന്ന ശൈലി ശരിയായ അർത്ഥത്തിൽ പ്രയോഗിച്ച വാക്യം പരീക്ഷ ആരംഭിച്ച ശേഷമുള്ള വിമലിന്റെ പഠനം കതിരിന് വളം വെച്ചതുപോലെയായി എന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1-2 ക്ലാസ്സുകളിൽ ഭാഷാ പഠന സമീപനം എങ്ങനെയായിരിക്കും? ഉദ്ഗ്രഥിത സമീപനമായിരിക്കും. അല്ലെ, ഉദ്ഗ്രഥിത സമീപനം. സ്വയം പഠനമല്ല, സംവാദ സമീപനമല്ല, അതുപോലെ തന്നെ അക്ഷര പഠന സമീപനം ഒന്നുമല്ല. ഉദ്ഗ്രഥിത സമീപനമാണ് ആൻസർ. അല്ലെ, കേരള പാഠ്യപദ്ധതി NCERT അനുസരിച്ച് 1-2 ക്ലാസ്സുകളിലെ ഭാഷാ പഠനം ഉദ്ഗ്രഥിതം, ഇന്റഗ്രേറ്റഡ് സമീപനത്തിലൂടെ ആയിരിക്കണം. അല്ലെ, അങ്ങനെയാണ് പറയുന്നത്. ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ്, റൈറ്റിംഗ്, ഈ 4 ഭാഷാ നൈപുണ്യങ്ങളും ഒരുമിച്ച് പരസ്പരം ബന്ധിപ്പിച്ച് പഠിപ്പിക്കുന്ന രീതി. നമ്മൾ മലയാളമായിരിക്കും പഠിപ്പിക്കുന്നത്, അതിൽ തന്നെ കുട്ടി മാത്സ് പഠിക്കുന്നു, GK പഠിക്കുന്നു, ഒരു വിഷയത്തിൽ തന്നെ ഇങ്ങനെ സബ്ബായിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ മൊത്തത്തിൽ പഠിച്ചു പോവുക. ഉദ്ഗ്രഥിതമായിട്ടുള്ള എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പഠന രീതിയാണ് 1-2 ക്ലാസ്സുകളിലുള്ള ഭാഷാ പഠനത്തിന് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, കുഴിവെട്ടി മൂടുക വേദനകൾ, കുതികൊള്ളുക ശക്തിയിലേക്ക് നമ്മൾ, ഇത് ആരുടെ വരികളാണ് എന്നുള്ളതാണ്. കുഴിവെട്ടി മൂടുക വേദനകൾ, കുതികൊള്ളുക ശക്തിയിലേക്ക് നമ്മൾ എന്ന് പറയുന്നത് ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ വരികളാണ്. ഓക്കെ, ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ വരികളാണ്. ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ അദ്ദേഹത്തിന്റെ പണിമുടക്ക് എന്ന കവിതയിലെ വരികളാണ് നമ്മളിപ്പോ വായിച്ചത്. ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, തിരുവോണം ഏത് സന്ധിക്ക് ഉദാഹരണമാണെന്നാണ്. ആഗമസന്ധിയാണ്. അല്ലെ, ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് തിരുവോണം. തിരു പ്ലസ് ഓണമാണ് തിരുവോണം. തിരു പ്ലസ് ഓണമാണ് തിരുവോണം എന്ന് പറയുന്നത്. ഇവിടെ വ എന്ന അക്ഷരം ആഗമിക്കുകയാണ് ചെയ്യുന്നത്. തിരു പ്ലസ് ഓണം ചേർത്ത് എഴുതുമ്പോൾ തിരുവോണം എന്നാകുമ്പോൾ ഒരു പുതിയ അക്ഷരം കടന്നു വരുന്നു, ആഗമിക്കുന്നു. വ എന്ന അക്ഷരം ആഗമിക്കുന്നു. ഇവിടെ ആഗമസന്ധിയാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ദീപാവളി കുളിക്കുക എന്ന ശൈലിയുടെ ശരിയായ വ്യാഖ്യാനം. ദീപാവളി കുളിക്കുക എന്ന് പറഞ്ഞാൽ ദൂർത്തടിക്കുക, അനാവശ്യമായി ചെലവ് ചെയ്യുക, സാമ്പത്തിക നഷ്ടം വരുത്തുക തുടങ്ങിയ അർത്ഥമാണ് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അനാവശ്യ ചെലവ് ചെയ്ത് നശിക്കുക എന്നതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി. ഭാഷാ പഠനത്തിൽ കുട്ടികൾ വരുത്തുന്ന തെറ്റുകൾ തിരുത്തുന്നതിനുള്ള സൃഷ്ടിപരമായ മാർഗം എന്ന് പറയുന്നത് എന്താ? ഓപ്ഷൻ ഡി, എഡിറ്റിംഗ് ആണ് കേട്ടോ. ലിസണിങ്, അന്വേഷണാത്മക രീതി, അപഗ്രഥന രീതി ഒന്നുമല്ല ഭാഷാ പഠനത്തിൽ. ഇതൊക്കെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഭാഷാ പഠനത്തിൽ കുട്ടികൾ വരുത്തുന്ന തെറ്റുകൾ തിരുത്തുന്നതിനുള്ള സൃഷ്ടിപരമായ മാർഗം എന്ന് പറയുന്നത് എഡിറ്റിംഗ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെള്ളം പോകുന്ന വഴിയെ മീനും എന്ന പഴഞ്ചൊല്ലിലൂടെ വ്യക്തമാകുന്ന ആശയം എന്ത്? അല്ലെ, വെള്ളം പോകുന്ന വഴിയാണ് മീൻ പോകുന്നത്. അല്ലെ, ദിശ തിരിഞ്ഞു പോകില്ല. ഇതിന് ചേരുന്നത് സംരക്ഷകരുടെ പിന്നാലെ ആശ്രിതരും എന്നതാണ്. സംരക്ഷകരുടെ പിന്നാലെ ആശ്രിതരും. ഇവിടെ നൽകിയേക്കുന്ന ഓപ്ഷൻസിൽ ഓപ്ഷൻ ബി ആണ് ആൻസർ. സംരക്ഷകരുടെ പിന്നാലെ ആശ്രിതരും, വെള്ളം പോകുന്ന വഴിയെ മീനും എന്ന ശൈലിയുമായി ബന്ധപ്പെട്ടത്. സംരക്ഷകരുടെ പിന്നാലെ ആശ്രിതരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇനി 16ാമത്തെ ക്വസ്റ്റ്യൻ, ശരാശരിയോ അതിൽ കൂടുതലോ ബുദ്ധി വൈഭവം ഉണ്ടായിട്ടും പഠനത്തിന്റെ ഒരു മേഖലയിലോ ഒന്നിലധികം മേഖലയിലോ സമപ്രായക്കാരെക്കാൾ പിന്നോക്കം നിൽക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത്. ഓപ്ഷൻ എ ഓട്ടിസം, ഓപ്ഷൻ ബി സെറിബ്രൽ പാൾസി, അതുപോലെ തന്നെ പാൾസി, ബുദ്ധിപരമായ പരിമിതി, പഠനവൈകല്യം. ആൻസർ പഠനവൈകല്യമാണ്. അല്ലെ, ശരി ഉത്തരം പഠനവൈകല്യമാണ്. ശരാശരി അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള ബുദ്ധിശേഷി, IQ ഉണ്ടായിരിക്കും. അല്ലെ, എന്നിരുന്നാലും വായന, എഴുത്ത്, ഗണിതം തുടങ്ങിയ ഒന്നോ അതിലധികം മേഖലകളിലൊക്കെ സമപ്രായക്കാരായിട്ടുള്ള കുട്ടികളുടെ ഇടയിൽ നിൽക്കുമ്പോൾ പിന്നോക്കം നിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ പഠന വൈകല്യമാണ്. സമപ്രായക്കാരെ അപേക്ഷിച്ച് ആ മേഖലകളിലെല്ലാം പിന്നിൽ നിൽക്കുന്നു. ഓക്കെ, മറ്റു ഓപ്ഷൻസ് ആണെങ്കിൽ ഓട്ടിസം എന്ന് പറയുന്നത് എന്താണ്? ആശയവിനിമയം, സാമൂഹിക ഇടപെടല്, അതുപോലെ തന്നെ ആവർത്തിച്ചു വരുന്ന സ്വഭാവങ്ങൾ എന്നിവയിലൊക്കെ ബുദ്ധിമുട്ട് നേരിടുന്നതാണ് ഓട്ടിസം. സെറിബ്രൽ പാൾസി എന്ന് പറയുന്നത് ചലനശേഷിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ശാരീരിക വൈകല്യമാണ് സെറിബ്രൽ പാൾസി എന്ന് പറയുന്നത്. ഇനി
ബുദ്ധിപരമായിട്ടുള്ള പരിമിതി അല്ലെ, ഇവിടെ ബുദ്ധിശേഷി ശരാശരിയേക്കാൾ കുറവായിരിക്കും. ബുദ്ധിപരമായ പരിമിതി എന്ന് പറയുമ്പോൾ ബുദ്ധിശക്തി എന്തായിരിക്കും, ശരാശരിയേക്കാൾ കുറവായിരിക്കും. ചോദ്യത്തിൽ ശരാശരിയോ അതിൽ കൂടുതലോ ബുദ്ധി വൈഭവം ഉണ്ട് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോ പഠന വൈകല്യമാണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് താളം കണ്ടെത്താനാണ് കേട്ടോ, അതുകൊണ്ട് ഞാൻ ഓപ്ഷൻസ് അത്ര വിവരിക്കുന്നില്ല. അസ്തമിച്ചു പോയി നേരം വഴിയോ കുണ്ടും കുഴിയും കല്ലും മുള്ളും ചേർന്ന പാഴ്പറമ്പത്രേ. ഇതേ സമാന താളമുള്ള വരികൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കണം. അപ്പൊ അതിന് നമ്മൾ താളത്തിൽ പാടി കണ്ടുപിടിക്കും, അല്ലെങ്കിൽ എണ്ണി തിട്ടപ്പെടുത്തിയൊക്കെ നമുക്കത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാവുന്നതാണ്. ഈ താളം കണ്ടെത്താൻ പറയുന്നത് എല്ലാവർക്കും ഇതിന് ആൻസർ ശരിയാവുന്നതാ. ഓക്കെ, ഇവിടെ ഓപ്ഷൻ ബി ആ. വിരിഞ്ഞു പൊന്തും മഹാവിസ്തീർണ തടാകം നീ, ഗരുഡ തങ്കക്കപ്പൽ ചിരിക്കും സമുദ്രം നീ. ഓക്കെ, വിരിഞ്ഞു പൊന്തും മഹാവിസ്തീർണ തടാകം നീ, ഗരുഡ തങ്കക്കപ്പൽ ചിരിക്കും സമുദ്രം നീ. ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത്. നമ്മൾ താളത്തിൽ പാടിയും എണ്ണി തിട്ടപ്പെടുത്തിയും ഒക്കെ താളത്തിലുള്ള സമാന താളത്തിലുള്ള ഓപ്ഷൻസ് നമ്മൾ ഓപ്ഷൻസിൽ നിന്ന് ആൻസർ കണ്ടുപിടിക്കുന്നതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2020 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സാഹിത്യകാരൻ ആരാണ് എന്നുള്ളതാണ്. ആൻസർ സക്കറിയയാണ് കേട്ടോ. 2020 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സാഹിത്യകാരൻ. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കി വെക്കേണ്ടത് കറന്റ്ലി സിറ്റുവേഷൻ അല്ലെ, ഇപ്പൊ ഈ വർഷങ്ങളിൽ നടന്ന പുരസ്കാരങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. ഈ തൊട്ടടുത്ത വർഷങ്ങളിൽ നടന്നതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ ചോദിക്കും. ഓക്കെ, അപ്പൊ 2020 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സാഹിത്യകാരൻ ആരാണെന്നാണ് ചോദിച്ചേക്കുന്നത്, സക്കറിയാണ്. അപ്പൊ കറന്റ്ലി ഉള്ള പുരസ്കാരങ്ങൾ ലഭിച്ച വ്യക്തികള് ഇവരെയൊക്കെ ഒന്ന് പരിചയപ്പെട്ട് അല്ലെങ്കിൽ മനസ്സിലാക്കി വെക്കുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അതിന്റെ ഒരു വീഡിയോ ഞാൻ എന്തായാലും ചെയ്തേക്കാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദൃശ്യസ്ഥലപര ബുദ്ധിയുടെ വികാസത്തിന് നൽകാവുന്ന ഒരു ഭാഷാ പഠന പ്രവർത്തനം എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഉത്തരം നാടകാവതരണമാണ്. കടങ്കഥ പയറ്റോ മൗനവായനയോ വായിച്ചു കേൾപ്പിക്കലോ ഒന്നുമല്ല, നാടകാവതരണമാണ്. ഓക്കെ, നാടകാവതരണം. ദൃശ്യസ്ഥലപര ബുദ്ധി വികാസത്തിന് നൽകാവുന്ന ഭാഷാ പഠന പ്രവർത്തനം എന്ന് പറയുന്നത് വിഷ്വൽ അല്ലെ, വിഷ്വലായിട്ടും കണ്ടും എന്നിട്ട് അറിഞ്ഞും കേട്ടും ഒക്കെ നടത്തുന്ന ഒരു ദൃശ്യ സ്ഥലപര ബുദ്ധി എന്ന് പറയുന്ന ആ ഒരു സവിശേഷമായിട്ടുള്ള ബുദ്ധിയുടെ വികാസത്തിന് നമുക്ക് നാടകാവതരണമാണ് കൊടുക്കാൻ സാധിക്കുന്നത്. ചിത്രങ്ങള്, ദൃശ്യങ്ങൾ, ആംഗ്യം, തലബന്ധം എന്നിവയൊക്കെ മനസ്സിലാക്കി അവതരിപ്പിക്കുന്നത് എന്താണ്, നാടകാവതരണമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, എംപോസ്ഡ് മാപ്പിന് ആവശ്യമായി അല്ലെങ്കിൽ എംപോസ്ഡ് മാപ്പ് ആവശ്യമായി വരുന്ന വിഭാഗം കുട്ടികൾ ഏതാണ്? കാഴ്ച പരിമിതിയുള്ള കുട്ടികളാണ് അല്ലെ. ബ്രെയിലി ലിപി ചോദിക്കാറുണ്ട്. ബ്രെയിലി ലിപിയും കാഴ്ച പരിമിതിയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. സൈൻ ലാംഗ്വേജ് കേൾവി കുറവിയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ ഹിയറിംഗ് എയ്ഡ് കേൾവി കുറവുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ ഇവിടെ ഇമ്പോസ്ഡ് മാപ്പ് ആവശ്യമായി വരുന്നത് കാഴ്ച പരിമിതിയുള്ള കുട്ടികൾക്കാണ്. അതുപോലെ തന്നെ ബ്രെയിലി ലിപി കാഴ്ച പരിമിതിയുമായി ബന്ധപ്പെട്ടതാണ്. സൈൻ ലാംഗ്വേജ് കേൾവിയാണ്. ഹിയറിംഗ് എയ്ഡ് എന്ന് പറയുന്നതും കേൾവിയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് നോക്കിയത് കേട്ടിട്ട് 1 ബേസ് ചെയ്തിട്ട് മലയാളം മുൻവർഷ ചോദ്യങ്ങളായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമന്റുകളൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.